ഇപ്പം ഇവിടെ ഞങ്ങൾ കെൻഡക്കിയിലാണ്. കെൻഡക്കിയിൽ ഒരു മലയുടെ മുകളിൽ നല്ല ഒരു സുന്ദരമായ സ്ഥലത്ത് ഫ്ലവറൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓണർ ബിജു സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ നെടുക്കാടുപ്പള്ളി ഒരു സാറുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടുകാരനാണ്. വൈഫുണ്ട്, ഷൈനിയുണ്ട്. കൃപയാൽ ഞങ്ങൾ ഒരു 16 മണിക്കൂർ യാത്ര ചെയ്ത ബസ്സേറ്റിരുന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു ക്ഷീണവും ഇല്ല. ദൈവവേല ആർക്കും ഒരു ആപത്ത് അപകടം ഇല്ലാതെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇവിടെ വരെ എത്തി. കണ്ടത് നോഹയപ്പച്ചൻ്റെ ആർക്ക്. അത് നോഹയുടെ പെട്ടകം കേട്ടിട്ടേ ഉള്ളൂ. കൊച്ചിനാൾ പഠിച്ചിട്ടുണ്ട്. ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, ഒരു പെട്ടകം ഉണ്ടാക്കി ആളുകളെല്ലാം കളി അപ്പച്ചൻ ആക്കുന്ന കണ്ടപ്പോൾ അപ്പച്ചന് തലയ്ക്ക് അസുഖമില്ലെന്ന് കേട്ടെന്ന് ഒരു കഥ വായിച്ചതാ. പക്ഷെ അപ്പച്ചൻ എന്ത് ചെയ്തു? അപ്പച്ചൻ്റെ സമ്പത്തുകള്, അപ്പച്ചൻ്റെ മക്കളെ കൊണ്ടുവന്നു, നല്ല മൃഗങ്ങളെ, അതെല്ലാം ഞങ്ങൾ കണ്ടു. മക്കളെല്ലാം ഓരോ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും അവർ പ്രവർത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കണം. ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കുന്നു പറഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ ദൈവം പറഞ്ഞ ന്യായപ്രമാണങ്ങളും പ്രാർത്ഥനയോട് എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യണമെന്ന് ഇരുന്ന് ഒരു സാക്ഷിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകേണ്ട സമയമായി. ഇതിലും ഏറ്റവും സന്തോഷം. ദൈവത്തിന് ഞങ്ങൾ സ്തുതി പറയുന്നു. ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങൾക്ക് നല്ലൊരു ടൂറിസ്റ്റ് ബസ്സുകാരെ കിട്ടി, നല്ല ഡ്രൈവറെ കിട്ടി. ഒരു അപകടം ഒരാൾക്കും, ഞങ്ങൾ 53 പേരുണ്ട്, ഒരസുഖം ഇല്ലാതെ സന്തോഷമായി എത്തി. ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നു. നന്ദി. ദൈവത്തിന് 1000 സ്തോത്രം. ഹലോ, ഞങ്ങളിപ്പം നോഹ സാർക്കിൻ്റെ സ്ഥലത്താണ്, കെൻഡക്കിയിൽ. ഞങ്ങളൊരു 53 പേരാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ട്രിപ്പ്. ഞങ്ങൾ ഇന്നലെ തിരിച്ചു. ഇനി നാളെ ദൈവം അനുവദിച്ച് തിരിച്ച് ഹ്യൂസ്റ്റൺ മടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. ദൈവകൃപയാൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും യഥാർത്ഥമായിട്ട് കാണാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. പറയും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് വരുവാനും ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങുവാനും ദൈവം സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ ബൈബിളിൽ കൂടി നമ്മൾ വായിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പം ഞങ്ങൾ നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു സംഭവമാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവം അതിന് ഞങ്ങൾക്കിടയാക്കിയതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. പേരെന്തുവായിരുന്നു? പേര് തങ്കമണി. സ്വദേശം മല്ലപ്പള്ളി. എൻ്റെ പേര് ജോഷി. ഞങ്ങൾ ഒരു സംഘമായി കെൻഡക്കിയിലെത്തിയിരിക്കുകയാണ്. കെൻഡക്കി ബൈബിളിൽ പറയുന്ന പോലെ നോഹയുടെ പെട്ടകം, അതിൻ്റെ ഒരു റെപ്ലിക്ക ഇവിടെ കാണാനായിട്ട് വന്നതാണ്. അതിഗംഭീരമായ ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ എൻജിനീയറിംഗ് ഒക്കെ അതിമനോഹരമായും ഗംഭീരമായും ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ ഒരു ഗാർഡനിൽ ഞങ്ങളിരിക്കുന്നു. ഞങ്ങളതെല്ലാം കണ്ടു. ചെറിയ സൂ ഉണ്ട്, അത് സന്ദർശിച്ചു. എല്ലാവരും സന്തോഷമായിട്ടായിരിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരമെല്ലാം കഴിഞ്ഞ് ഇവിടെ സുഖമായിരിക്കുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കഴിയുമെങ്കിൽ വന്ന് കാണുക. ഓക്കെ, ബൈ.